പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ സംരംഭകർ അതല്ലെങ്കിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ഒരു ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ. തീർച്ചയായിട്ടും അതിൽ അതിഥി തൊഴിലാളികളുടെ ഇപ്പം നമ്മൾ പച്ചക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, എല്ലാവരും ഇപ്പം നമുക്ക് ബംഗാളികളാണല്ലോ ഇവിടെ ഹിന്ദി പറയുന്ന എല്ലാവരും ബംഗാളികളാണ്. അവർ ആസാമികളായിരിക്കും, കൊൽക്കത്ത ആയിരിക്കും, അല്ലെങ്കിൽ രാജസ്ഥാൻ ആയിരിക്കും, ഡൽഹി ആയിരിക്കും. രസം എന്താ വെച്ചാൽ നമ്മൾ ഈ ഹിന്ദിക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ചിലർക്ക് ഹിന്ദി തന്നെ അറിയില്ല. ഹിന്ദി അറിയില്ല, അതാണ് ആരും ബംഗാളികളാണ് എല്ലാവരും പറയുന്നതാണ്. അതൊരു നമുക്കിപ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ മലബാരികൾ എന്ന് പറയും. മീൻസ് എല്ലാവരും ഇപ്പൊ ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് 9-ാം തീയതി അടുത്ത്. പക്ഷെ നമ്മൾ ആ ഇലക്ഷനെക്കാട്ടി നമ്മൾ കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് മറ്റേ കൽക്കത്തയിലെ ഇലക്ഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സകല അതിഥി തൊഴിലാളികളും സ്റ്റാഫ് പോയി ഇവിടുന്ന് പോവാണ്. അതിൽ കോമഡി എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് ഞാൻ വരുമ്പോ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഇലക്ഷനാണ്. ഞാൻ ഇലക്ഷൻ 9-ാം തീയതി അല്ലേ? അല്ല 23 അപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് നമ്മള് മുമ്പ് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അവര് ഫണ്ട് ചെയ്യണമെങ്കിൽ പോയിക്കോ, എന്റെ ബസ്സിനും ഇന്ന് ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് പോവാണ്. അതിൽ പ്രശ്നം എന്താ വെച്ചാലേ ഇപ്പോ ഒന്ന് അടിസ്ഥാന തൊഴിൽ മേഖലയിൽ മുഴുവനായിട്ടും ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളാണുള്ളത്. പറയുകയാണെങ്കിൽ ബാർബർ ഷോപ്പ് പോയില്ലേ കാര്യം. ബാർബർ ഷോപ്പ് ഇപ്പൊ ഈ സീസൺ സമയത്ത് ബാർബർ ഷോപ്പ് ലീവായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഫുഡ് ഇൻഡസ്ട്രി, ഹോട്ടൽ, അതുമായി ഭണ്ഡാരികൾ മുതൽ മെയിൻ ഷെഫ് മുതൽ പിന്നെ ക്ലീനിങ് ബോയ്സ് വരെ അതില് തട്ടുകടകളിൽ ഉണ്ടാകുന്ന അതില് നമ്മളെന്താ വെച്ചാല് നമ്മളുടെ നാട്ടിലുള്ള ആളുകളൊന്നും ഈ ജോലിയിൽ നിന്നൊക്കെ വിട്ടിക്കണ്. എനിക്കറിയില്ല എവിടെയാണ് ഇപ്പൊ നിക്കണെന്ന്. പക്ഷെ ഞാനൊരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ചൈന പോയ സമയത്ത് അവിടെ പറഞ്ഞ്, ഐ മീൻ സ്റ്റൊക്കേഷനിൽ ഒഫീഷ്യൽ ഇതാണോ എനിക്കറിയില്ല, ചൈനയിൽ ഹോട്ടൽ സപ്ലൈസിനെ ആണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അവരെ ഹോട്ടൽ സപ്ലൈസിന് അവിടെ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് ഡിമാൻഡ് ജോബാണ് എന്നാണ് അവിടെ. ഇനി അത് വരും. നമ്മളിവിടെ തേങ്ങടാനോ ബംഗാളി ഇപ്പൊ ഒരു ടീമായിട്ട് കോൺട്രാക്ടേഴ്സിന്റെ ഒക്കെ പോലെ ചിലപ്പോ ഒരാള് ഒരു മലയാളി ഉണ്ടാവും, അയാൾ രാവിലെ അങ്ങനെ എല്ലാ സൈറ്റിലും ഒരാളെ ഇവരെ കൊണ്ടുപോയി വിടും. അവർക്കൊരു എന്താ പറയാ കഫീൽ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് മലയാളികളിൽ നിന്ന് മാറി അതും ഈ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ക്ലവർ ആയിട്ടുള്ള ഒരു ആള് വരും. പിന്നെ ഇപ്പൊ എനിക്കൊരു സുഹൃത്ത് നമ്പർ തന്നു, കോട്ടക്കുള്ള ഒരു വർക്ക്. ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തൊക്കെ പണിക്കാരെ കിട്ടുന്ന അറിയോ? ഇൻഡസ്ട്രിയിൽ ആശേരിപ്പണി, പിന്നെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ളത്. അയാൾ കുറ്റിപ്പുറത്ത് ഫാമിലി ആയിട്ട് ഇവിടെ ഫുൾ സ്റ്റേ ആണ്, വർഷങ്ങളായിട്ട് മലയാളം സംസാരിക്കും. അങ്ങനെയുള്ള ആളുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് അങ്ങനത്തെ ഒരാളായിട്ട് ബന്ധപ്പെട്ട് അയാൾ എല്ലാത്തിനും സൊല്യൂഷൻ തരും. ഇവിടെ ക്യാൻവയുടെ ഒരു ആഡ് ഉണ്ട്, നമ്മുടെ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, പിന്നെ പേര് എന്തൊരു ബാബു കാർഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ബാബു എന്തുണ്ടെങ്കിലും ബാബുവിന്റെ ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കോൺട്രാക്ടേഴ്സ് ബാബുവിന്റെ കാർഡ് കൊടുക്കുക. ഓരോ ഡിസൈൻ വേറെ വേറെ ആയിട്ട്. ആ ഭയങ്കര കൺസെപ്റ്റാണ്. പ്ലംബർ ആണോ ഇയാൾ കാർഡ് പോകും. അതായത് ഇവര് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതിന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ സാധാരണ നോർമൽ സ്ട്രൈക്കുകളൊന്നും നമ്മളെ ബാധിക്കാറില്ല, ആഫ്റ്റർ കോവിഡ് പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും. കാരണം എല്ലാവരും പേഴ്സണലി ഓരോരുത്തർക്കും പേഴ്സണൽ വാഹനങ്ങളുണ്ട്. വാഹനം ആയിരുന്നു മുമ്പ് പണിമുടക്കിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഹോട്ടലുകള്, പിന്നെ ബാക്കി എല്ലാ വർക്കിനും അവിടെ ആളുണ്ട്. ശരിക്കും അതൊരു വലിയൊരു പ്രോബ്ലത്തിന്റെ സോൾവിങ് ആയിരിക്കുമല്ലോ ശരിക്കും ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ജോലി കൊടുക്കില്ല. ഇപ്പൊ നമ്മള് ഗൾഫിലേക്കുള്ള സോൾവ് ആണ്. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടല്ലേ. ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളുടെ ഗതികേടായിരിക്കും ഇപ്പൊ ഒരു പുറത്തുനിന്ന് ആളെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ആൾക്കാർ പണിക്കാൻ തയ്യാറില്ല. തീർച്ചയായിട്ടും കൊണ്ടുവരിക എന്നുള്ളൊരു ഇപ്പൊ അവര് പറഞ്ഞ പോലെ നമ്മള് കേൾക്കണം. അതായത് എനിക്ക് മലയാളി പറഞ്ഞതല്ല ബംഗാളി കേൾക്കുന്നത്, മലയാളി കേൾക്കുന്നത്. തീർച്ചയായിട്ടും. മോനെ വേണ്ട ജയസൂര്യയുടെ സിനിമല്ലേ, നീ മറ്റേ കൊച്ചി പോവാ, ലോഡ് ഇറക്കുക, വരിക, ഒരു ചായ കുടിക്കാന്ന്, അത് മലയാളിനോടെ പറയാൻ പറ്റുള്ളൂ. മറ്റേ നമ്മളോട് പറയും ഞാൻ പോവും, ഞാൻ എത്ര സമയത്ത് വരും എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് തിരിച്ച് നമ്മൾ സഹിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില നേരത്ത് വലിയൊരു ഫാക്റ്റും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഈ വളാഞ്ചേരി ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ 2-3 വിഷയങ്ങൾ. അതേപോലെ നമ്മളെ ഈ പെരുമ്പാവൂര് അവിടെ ഈ ലഹരി ഏറ്റവും കൂടുതൽ ലഹരി ഉണ്ട്. അതായത് എല്ലാത്തിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ
ഇതിൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ നമ്മളിപ്പോൾ ജോലി അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ ഏരിയ ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു മാഫിയ ടൈപ്പ് ആളുകൾ ഇതിലൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. പോസിറ്റീവായ ആളുകളുണ്ടാവും, കുടുംബം നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടാവും, പലയിടത്തുനിന്നും രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരും ഉണ്ടാവും, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ അവരുടെ ഒരു നിയന്ത്രണവും അവരുടെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നമ്മളും പെട്ടുപോകും. അതായത് ഈ എന്താ പറയുക, ഈ പ്രകൃതി വിരുദ്ധമായ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ട് ശരിക്കും ആക്ച്വലി നമുക്ക് നമ്മളുടെ സൊസൈറ്റിക്ക് വളരെ ഉപകാരം തന്നെയാണ്. അതാണ് ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആളുകളെ കിട്ടാനില്ല എന്നുള്ള. ഇപ്പോൾ നല്ല ആളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും നിന്റെ പോലെയുള്ള ഒരാളെ നീ കൊണ്ടുവരിക എന്നൊക്കെ പറയും. അതെ അതെ. ഇപ്പൊ ഈ ഇലക്ഷന്റെ രീതിയിൽ ഇപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ ഇവിടെ ഉള്ള സമസ്ത മേഖലയിലും എഫക്ട് ചെയ്യൂലേ? ഇപ്പൊ നമ്മളിവിടെ തന്നെ നമ്മളെ ക്യാൻറ്റീൻ മുതൽ ക്യാൻറ്റീന് ഭയങ്കര രസമാണ്. ഇപ്പോ ഓൾറെഡി ഗ്യാസ് ഇല്ല, ഗ്യാസ് ഡൗൺ ആയി. പിന്നെ ഏതൊക്കെയാണോ വിറകുള്ള അതിലൊരു രസം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇപ്പോൾ ക്യാൻറ്റീൻ സെറ്റപ്പ് ആക്കുമ്പോൾ ഗ്യാസ് ഇല്ല, അപ്പം നമുക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ മലയാളികൾ പിന്നെ സാധാരണ അടുപ്പിലൊക്കെ വെച്ച് ബിരിയാണിയും ഇതൊക്കെ മലയാളി ഷെഫ് ഉണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പൊറോട്ട അടിക്കുന്നത് ഈ ആസാമിയാണ്. പുള്ളിനോട് പറഞ്ഞ് ഓക്കെ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം, ഞാൻ പണിക്കാരെ വിളിക്കാം, നമുക്ക് എമർജൻസി ഒരു ടെമ്പററി ഈ വിറക് വെച്ച് ചെയ്യുന്ന പിന്നെ സ്റ്റൗ അടുപ്പ് ഉണ്ടാക്കാം. എനിക്ക് പറ്റില്ലത്, എനിക്കത് പറ്റില്ല, ചൂടത്ത് ആന്ന്. അവൻ നിർത്തി, വേണ്ട പൊറോട്ട വേണ്ട. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. പൊറോട്ട നിർത്താൻ നിർബന്ധിതമാണ്. പൊറോട്ട ഇത് അങ്ങനെ പോകും, ഓരോ ഏരിയ അങ്ങനെ പോകും. ഇപ്പോൾ ഈ ബ്യൂട്ടീഷ്യൻ ഒരുപാട് സംഭവങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വിട്ടു പോയിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും. നമ്മൾ തിരിച്ചറിയാൻ മനഃപൂർവ്വം അത് ബോധപൂർവ്വം അത് മറക്കാന്നുള്ള. അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ആ ഏരിയയിൽ നമ്മളെ ആൾക്കാരില്ല. ആ ഏരിയയിൽ നമ്മളെ ആൾക്കാരില്ലായി മാത്രമല്ല, നമ്മളെ അതിനോട് എന്തോ ഒരു പുച്ഛഭാവം, അവർക്കൊന്നും നമുക്കൊരു ഇതെല്ലാം അല്ല. പക്ഷെ ആക്ച്വലി ദേ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് പിന്നെ തിങ്സ്. ഒരു 4-5 വർഷം ആ ഏരിയയിൽ വർക്ക് ചെയ്തവനാണ് പിന്നീട് ഒരു എന്റർപ്രണർ ആവാൻ പറ്റുക. അല്ലാതെ ഒറ്റടിക്ക് നേരെ ആകാശത്ത് വന്നിട്ട് അത് പിന്നെ ലെക്കാണ്. പിന്നെ മാത്രല്ല വാപ്പാര് പൈസ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വല്യപ്പാര് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ നമുക്ക് കളിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞപ്പോ മറ്റേ സംഗതിയാണ്, ഒരു പെട്ടെന്ന് ഇതാക്കാന്നുള്ളത് നടക്കൂല എന്നല്ല. പിന്നെ അതിന് സ്പെഷ്യൽ എന്തെങ്കിലും ഒന്നുകിൽ പിന്നെന്താ പറയാ, ദൈവമാവണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ലെയർ ആവണം എന്ന് പറയില്ലേ, അങ്ങനത്തെ. അപ്പോൾ അത് നടക്കില്ല. പിന്നെ ഉള്ളത് ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ വരാത്തത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോഴുള്ള പിന്നെ ഓരോ ജോബിൻ്റെയും റിയാലിറ്റിയെ കുറിച്ച് വലിയ നോളജ് ഉണ്ടാവില്ല പുതിയ ഒരു ജനറേഷന്. ഇതെങ്ങനെയാണ് ഇത്തരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. അവരിങ്ങനെ ഒരു കപ്പലുണ്ടാക്കി ആ കപ്പലിലേക്ക് നേരെ കയറിയിട്ടുള്ള ഉണ്ടാക്കിയത് എങ്ങനെയാന്നുള്ള അവർ അറിയുണ്ടാവില്ല. ഇപ്പൊ അടുത്ത് പറഞ്ഞ് പിന്നെ നമ്മളുടെ ഏതൊരു മിനിസ്റ്റർ എന്ന് തോന്നുന്നു, അത് ന്യൂസിൽ അതിനത് കേട്ടാണ് അങ്ങനെ ഒരു. അതിൽ പറഞ്ഞത് വെച്ചാൽ അവിടെ എല്ലാവരും പട്ടിണിയാണ്, അവർക്ക് റൊട്ടി കഴിക്കാനില്ല. റൊട്ടി കഴിക്കാനില്ലെങ്കിൽ എന്താ, അവർക്ക് പിന്നെ മുട്ടയും ബന്നൊക്കെ കഴിച്ചൂടെ. അതായത് അത്ര നോളജ് നമ്മളെ ഹയർ ലെവലിലേക്കുള്ള ഇതിലേക്കുള്ളൂ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. വൈകാരികത മനസ്സിലാക്കണില്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ അതിന്റെ കൂടെ എന്ന് പറയാനുള്ളത്, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഒന്ന് ഇൻകം സൈഡ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ചിലപ്പോൾ കുറയാനുള്ള, ഇപ്പൊ ഈ ഒരു പ്രത്യേക സിറ്റുവേഷൻ, ഇപ്പോൾ വാർ സിറ്റുവേഷനൊക്കെ അത് ഭയങ്കര ഒരു കൺസേൺ ആക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ആഗോള മാന്ദ്യം ഭയങ്കരമായിട്ട് ശരിക്കും ഇപ്പൊ ബാധിക്കണില്ല, ഒരു 3-4 മാസം കഴിഞ്ഞ് ശരിക്കായിട്ട് ബാധിക്കും. ശരിക്കും ഇപ്പൊ ഫാമിലിക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കേണ്ടത്, നമ്മൾ ശീലിക്കേണ്ട ഒരു സംഭവം. എനിക്കത് ഭയങ്കര ഒരു കൺസേൺ ആണ്. നമ്മൾ രാവിലെ വീട്ടിൽ ഉമ്മാനോട് ഡിസ്കസ് ചെയ്ത ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും ചെലവ് ഇപ്പൊ കുറക്കണം. ഇപ്പൊ കുറച്ചാലാണ് നമുക്ക്, നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മളെല്ലാം സേഫാണ് നമ്മളെ കയ്യിൽ. പക്ഷേ ഈ യുദ്ധത്തിന്റെ എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് 2-3 മാസത്തിനുള്ളിലായിട്ട് നമ്മൾ മൊത്തം. കാരണം നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയതിന് ഒരു ബന്ധമുണ്ട്. അടിസ്ഥാന ജോലികൾ ചെയ്യാൻ നമ്മളൊന്നും റെഡിയല്ല. ഇല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇന്റർനെറ്റ് പോയി ഒരു ദിവസം നമ്മൾ എത്ര ആൾക്കാരെ ജോലി അവിടെ നിൽക്കും? ജോലി നിൽക്കും.